നമ്മുടെ സച്ചിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടുകാരും തന്നെ മുതിരത്തില്ലല്ലോ. നമ്മുടെ ശ്രീകാന്തിന് എന്താണെങ്കിലും സങ്കടമാവുകയാണ് കേട്ടോ പ്രോഗ്രാമിന് സച്ചി വരണ്ടാന്ന് പറയുന്നത് കേട്ടിട്ട്. അപ്പം നമ്മുടെ ശ്രീകാന്ത് സച്ചിയുടെ കാലിൻ്റെ കീഴിലൊക്കെ വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഏട്ടാ ഇത്രയും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ എന്നോട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇത്രയും വലിയൊരു ശിക്ഷ തരണോ എന്നൊക്കെ നമ്മുടെ ശ്രീകാന്ത് സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പം നമ്മുടെ സച്ചി ഇങ്ങനെ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രീകാന്ത് തന്നെ പറയുകയാണ്, ഇങ്ങനൊരു ഫംഗ്ഷനാണ്, ഏട്ടൻ വരുന്നിട്ടില്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ഞാൻ നടത്തത്തില്ല, ഞാൻ പോകത്തില്ല എന്ന് പറയുകയാണെ. എന്നിട്ട് നമ്മുടെ വർഷയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, വർഷ അമ്മനെ വിളിച്ച് പറഞ്ഞേക്കാം ഇങ്ങനത്തെ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നില്ല, ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞേക്കാൻ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി അമ്മയ്ക്ക് ഇങ്ങ് ആകപ്പാടെ വെപ്രാളാകുന്നുണ്ട്. അന്നത്തേക്കിന് എല്ലാവരും പരസ്പരം മുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ് കേട്ടോ. അച്ഛനാണെങ്കിലും പറയുന്നുണ്ട്, എന്നാൽ ഈ ഒരു പ്രോഗ്രാം നമുക്ക് എങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും രേവതി പറയുന്നുണ്ടായിരുന്നു, സച്ചേട്ടൻ്റെ പേര് പറഞ്ഞിട്ട് ആ ഒരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നത് നല്ലതാണോ, അത് ശരിയല്ല, എന്താണെങ്കിലും ശ്രീകാന്തിൻ്റെ ഇവരുടെ വർഷയുടെയൊക്കെ ആഗ്രഹമല്ലേ, അത് നമ്മൾ നടത്തുക തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുകയാണേ. ഇനി എൻ്റെ പേരിൽ ഫംഗ്ഷനൊന്നും മുടങ്ങണ്ട, ഞാൻ വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തിനൊക്കെ ഒരു നല്ല വർഷയ്ക്കൊക്കെ സന്തോഷമാകും, അച്ഛനും സന്തോഷമാകുക. പക്ഷേ ചന്ദ്രമതി അമ്മ ഇങ്ങനെ നോക്കുവാണ്, ഇതിപ്പോൾ വീണ്ടും പറഞ്ഞിടത്ത് തന്നെ വന്നെത്തിയല്ലോ എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മുടെ ശ്രുതി ആണെങ്കിലും എന്നൊക്കെ പറയുന്നുണ്ട്, അവർക്കും സത്യം പറഞ്ഞാൽ സച്ചി പ്രോഗ്രാമിന് പങ്കെടുക്കുന്ന ഇഷ്ടമല്ലല്ലോ. അതിനുശേഷം നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, ചന്ദ്രമതി നേരത്തെ പറഞ്ഞ ജ്യൂസിങ് എടുത്തോ, എനിക്ക് ദാഹിക്കുന്നുണ്ട്, ഒന്ന് തണുക്കട്ടെ എന്ന് പറയും കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ചന്ദ്രമതി ജ്യൂസ് എടുക്കാൻ പോകുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ വർഷയുടെ അമ്മേനെ വിളിക്കുകയാണ്, ഞാൻ ആഗ്രഹിക്കുന്ന വാർത്തയായിരിക്കും പറയാൻ പോകുന്നത് എന്ന് പറയുകയാണ്. നമ്മുടെ വർഷയുടെ അമ്മയ്ക്കാണെങ്കിൽ സച്ചി അവിടെ ചെല്ലുകയും വേണം, അതുപോലെ തന്നെ അവിടെ അലമ്പുണ്ടാക്കുകയും വേണം, അതാണ് മനസ്സിൽ. നേരത്തേക്കിനാണ് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോഴത്തേക്കിനും, ഹലോ ചന്ദ്രമതി, എന്നാ ഉണ്ട് വിശേഷം, സുഖമാണ് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയുക, ഞാൻ ഇവിടെ എല്ലാവരുടെ അടുത്തും ഫംഗ്ഷൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ എല്ലാവരും റെഡിയാന്ന് ഇങ്ങനെ പറയും കേട്ടോ. സച്ചിയും വരുന്നുണ്ടോ എന്ന് ചോദിക്കുക, സച്ചിയും വരുന്നുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. ഇനി ഞങ്ങൾക്ക് പ്രോഗ്രാം നല്ല രീതിയിൽ നടക്കണം, സച്ചി വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഞങ്ങളെ അപമാനിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞെന്നാൽ എന്നൊക്കെ ഇങ്ങനെ വർഷയുടെ അമ്മ ചോദിക്കുക. അന്നേരത്തേക്കും ചന്ദ്രമതി വാക്ക് പറയുകയാണ്, അവനൊരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, ഞാൻ വാക്ക് തരിക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ വർഷയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ എന്താ ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വർഷയുടെ അമ്മ പറയുകയാണ്, ശരിക്കും ചന്ദ്രമതി ഒരു പാവമാണ്, അവൾക്കൊന്നും മനസ്സിലാവത്തില്ല, ശരിക്കും ഞാൻ ആഗ്രഹിച്ചത് തന്നെയാണ് അവരുടെ വീട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനപ്പം നീ സച്ചി വരണ്ടെന്നല്ലേ പറഞ്ഞെന്ന് പറയും കേട്ടോ. ആദ്യം ഞാൻ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതാണ്. അതിനുശേഷം അങ്ങനെ അവൻ വരും, അവൻ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും, ആടുന്ന കാലും അതുപോലെ പാടുന്ന വായും വെറുതെ ഇരിക്കില്ലെന്നല്ലോ, അവൻ വെറുതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുക തന്നെ ചെയ്യും. അപ്പോഴത്തേക്കും എനിക്ക് പറയാമല്ലോ, ഇങ്ങനെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വീട്ടിൽ വർഷയും ശ്രീകാന്തും എങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോഴത്തേക്കിനും അവരങ്ങോട്ടേക്ക് പോകണ്ട, ഇനി ഇവിടെ തന്നെ നിൽക്കാൻ ഞാൻ പറയും, അപ്പോൾ ശ്രീകാന്തും വർഷയും ഇവിടെ നിൽക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട്, അതിന് സച്ചി അന്നേരം ആ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലോ, നീ പറയുന്നതൊക്കെ നല്ല രസം തന്നെയാണ് കേൾക്കാൻ, പക്ഷേ പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കിനാണ് നമ്മുടെ വർഷയുടെ അമ്മ പറയുന്നത്, അതിന് ഞാൻ അവനെ വെറുതെ ഇരിക്കാനായിട്ട് വിടത്തില്ല, ഇങ്ങനെ മനഃപൂർവ്വം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണുള്ള പണികൾ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ വർഷയുടെ അമ്മയും പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചന്ദ്രമതിയമ്മ നമ്മുടെ രേവതിയുടെ അടുത്ത് വരുവാണ്. രേവതി ഇങ്ങനെ അടുക്കളയിൽ നിന്നിട്ട് പാത്രമൊക്കെ കഴുകി വെക്കുക കേട്ടോ. എന്നിട്ട് ചായയൊക്കെ വെക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്കിനും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്, നീ എന്താ തർക്കുത്തരം പറയുന്നു എന്നൊക്കെ ചോദിക്കുക. എന്താ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞതേ ഉള്ളൂ എന്നിങ്ങനെ പറയും കേട്ടോ. അന്നത്തേക്കിനും അതല്ല ചോദിച്ചത്, നീ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് സച്ചി ഫംഗ്ഷന് വരുന്നില്ലെങ്കിൽ നീയും വരുന്നില്ല എന്ന് എന്തിനാ പറഞ്ഞത്, നിനക്കത് രഹസ്യമായിട്ട് പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുക. അന്നേരത്തേക്കിനും പറയും, സച്ചിയേട്ടൻ പരസ്യമായിട്ട് പറയുമ്പോൾ ഞാൻ എന്തിനാ രഹസ്യമായിട്ട് പറയുന്നത്, അതുകൊണ്ടാണെന്ന് പറയും കേട്ടോ. അല്ലെങ്കിലും എൻ്റെ കെട്ടുവനെ മാറ്റി നിർത്തുന്ന ഒരു ഫംഗ്ഷന് വരുന്നതിന് വേണ്ടിയിട്ട് എനിക്കും താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നുണ്ട്. വീണ്ടും ചന്ദ്രമതി അമ്മയ്ക്ക് അങ്ങനെ പറഞ്ഞൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നിങ്ങൾ വലിയ മാതൃകാ ദമ്പതികളായിരിക്കും, നിങ്ങൾ അതിനനുസരിച്ചിട്ടൊക്കെ പൊക്കോ, പക്ഷേ ഇവിടെ ഒരു സച്ചി ഏത് ഫംഗ്ഷന് പോയെന്നാലും അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി അമ്മയും പറയുവേ. നീ അവനോട് പറഞ്ഞേക്കണം അവിടെ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയേക്കരുത് എന്ന്. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നാൽ ചന്ദ്രമതിയുടെ ഇതുവരെ കാണാത്ത മുഖം എല്ലാവരും കാണും, പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞ് രേവതിയെ ഇങ്ങനെ ചൂണ്ടിക്കാണി പേടിപ്പിച്ചിട്ടൊക്കെയാണ് ചന്ദ്രമതി അമ്മ അവിടുന്ന് പോകുന്നത്.
പിന്നീട് നമ്മുടെ സച്ചി ഇങ്ങനെ ടെറസിന് മേലെ പായൊക്കെ എടുത്ത് വെച്ച് തലയണയൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ഇതാര് വരുന്നത്? മഹാലക്ഷ്മിയോ? ചന്ദ്രമതിയമ്മ നിന്നെ അടുക്കളയിൽ നിന്ന് വെളിയിലാക്കിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. സച്ചി ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി വീണ്ടും അങ്ങോട്ടേക്ക് ചെല്ലും കേട്ടോ. എന്നിട്ട് പറയുവേ ഒരു കാര്യം പറയാനായിട്ട് വന്നതാന്ന് പറയുവേ, സീരിയസ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചെന്നാൽ പറഞ്ഞു, ഞാൻ കേൾക്കാമെന്നൊക്കെ പറയുവേ. അത് സച്ചി ഏട്ടാ, നമ്മുടെ ശ്രീകാന്തിൻ്റെ പ്രോഗ്രാമിന് പോകുമ്പോഴേ നമുക്ക് സച്ചിയേട്ടൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നിങ്ങനെ പറയുക. അന്നത്തേക്കും ചോദിക്കും, നീയും അങ്ങനെ തന്നെയാണോ പറയുന്നതൊക്കെ ദേഷ്യപ്പെട്ട് ചോദിക്കും കേട്ടോ. അല്ല, ഞാനൊന്ന് പറയട്ടെ, ഒന്ന് കേൾക്ക് എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് പറയും, അമ്മ എന്നെ കാണാൻ വന്നിരുന്നു, എന്നിട്ട് അമ്മ എന്നോട് സച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറയണമെന്ന് പറഞ്ഞു എന്ന് പറയും കേട്ടോ. അന്നത്തേക്കിനും പറയും, നമ്മുടെ ശ്രീകാന്തിനും വർഷയ്ക്കും വേണ്ടിയിട്ടല്ലേ നമ്മളവിടെ പോകുന്നത്, നമ്മൾക്ക് അപ്പോൾ അവർക്ക് ഒരു മര്യാദകേട് ഉണ്ടാക്കുന്ന രീതിയിലൊന്നും നമ്മൾ ഒരിക്കലും പെരുമാറരുത്. സച്ചിയേട്ടനെ ആരെന്ത് പറഞ്ഞാലും വാ തുറക്കാതെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നത്തേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട് കേട്ടോ, നമ്മുടെ ശ്രീകാന്തിനും വർഷയ്ക്കും വേണ്ടിയിട്ട്, അച്ഛന് വേണ്ടിയിട്ട്, നിനക്ക് വേണ്ടിയിട്ട് നീ ആരെങ്കിലും എന്നെ തല്ലാൻ വന്നാൽ പോലും ഇവിടെ ഞാൻ ഒരക്ഷരം മിണ്ടില്ല എന്ന പോരെ എന്നൊക്കെ ചോദിക്കുവാണേ. അന്നേരത്തേക്കും നമുക്ക് രേവതിക്ക് സന്തോഷമാവും കേട്ടോ. എന്നിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ സന്തോഷത്തോടു കൂടി പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി വിളിക്കും കേട്ടോ, രേവതി എന്ന് വിളിക്കും കേട്ടോ. എന്നെ ആര് എന്ത് പറഞ്ഞാലും ഞാനൊന്നും ചെയ്യത്തില്ല, ഒരക്ഷരം പോലും മിണ്ടതില്ല. പക്ഷേ അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഞാൻ വെറുതെ മിണ്ടാതെ നിൽക്കത്തില്ല. ചന്ദ്രമതിയും വീട്ടുകാരും നാട്ടുകാരും എല്ലാം മനസ്സിലാക്കുന്നത് നല്ലതാണിങ്ങനെ മുണ്ടും മടക്കി കുത്തിയിട്ട് നമ്മുടെ രേവതിയുടെ അടുത്ത് പറയുവേ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതിയും കൂട്ടുകാരിൽ നിന്ന് സംസാരിക്കുകയാണ്. എന്താ ശ്രുതി, നിൻ്റെ വീട്ടിലാണെങ്കിലും ഒന്നിനു മേലെ ഒന്നൊന്നായിട്ട് പ്രശ്നം നിനക്ക് കൂടിക്കൂടി വരികയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്താണെങ്കിലും താലി പിരിക്കൽ ചടങ്ങ് നടത്തണം എന്ന് തന്നെയാണ് അമ്മ പറയുന്നത്. അച്ഛനും വരണം, കുറേ കാശും കയ്യിൽ വേണം. ഇപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നത്, നിൻ്റെ കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അന്നേരം പറയും, എൻ്റെ കയ്യിലില്ല. സുഹൃത്തിന് പറയും കേട്ടോ, ഞാൻ അമ്മേനെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ അമ്മേനെ വിളിക്കും കേട്ടോ. അമ്മ നേരത്തേക്കിന് സാധനം മേടിക്കുന്നതിന് വേണ്ടിയിട്ട് വഴിയിൽ ബിഷപ്പുറമൊക്കെ ആയിട്ട് ഇറങ്ങി നടക്കുവാണ്. വഴി കൂടെ നടന്നിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ സുഹൃത്തുക്കൾ കോള് വരുന്നത്. അമ്മ എന്നാണ്ട് വിശേഷം, സുഖമാണെന്നൊക്കെ ചോദിക്കും കേട്ടോ. നിനക്കോ എന്നൊക്കെ ചോദിക്കുക, കല്യാണി എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയും കേട്ടോ, അമ്മ പിരിക്കൽ ചടങ്ങ് നടക്കുകയാണ്, അപ്പോൾ കുറച്ച് പൈസ വേണമായിരുന്നു, അമ്മയുടെ കാണുമോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അയച്ചു തന്നതൊക്കെ ആയിട്ട് അമ്മ മിച്ചം പിടിച്ച് വെച്ച് കാണുമല്ലോ, ഉണ്ടെങ്കിലും ഒന്ന് തരുമോയെന്ന് ചോദിക്കുക. അന്നേരം അമ്മ പറയും, മോളെ എൻ്റെ കയ്യിൽ പൈസ ഇങ്ങനെ പറയും കേട്ടോ. അന്നേരം നമ്മുടെ സുഹൃത്ത് പറയും, കയ്യിലില്ലെങ്കിൽ കുഴപ്പമില്ല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കട്ടാക്കാൻ നോക്കുമ്പോഴത്തേക്കിനും അമ്മ പറയുവേ, മോളെ കുറച്ച് 2 സ്വർണ്ണമുണ്ട്, ആ സ്വർണ്ണം എന്തെങ്കിലും പണയം വെച്ചിട്ട് പൈസയായിട്ട് ഞാൻ വരാം, എന്താണെങ്കിലും മോളുടെ ചടങ്ങും കാണാമല്ലോ എന്ന് പറയുവേ. അന്നേരത്തേക്ക് നമ്മുടെ സുഹൃത്ത് പറയും, അയ്യോ അമ്മ വരാനോ, അമ്മയൊന്നും വരണ്ട, ഇവിടെ പ്രശ്നമാകും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ സുഹൃത്തിയുടെ അമ്മയ്ക്ക് സങ്കടമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ അമ്മ പറയുന്നുണ്ട്, എന്നാൽ ശരി ഞാൻ വരുന്നില്ല, പൈസ എത്തിക്കാന്നൊക്കെ പറയുവാണേ. എന്നിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. അമ്മ ഏതൊക്കെയാലും പൈസ തരാമെന്ന് പറഞ്ഞു, അങ്ങനെ ആ പ്രശ്നം സോൾവായി എന്ന് ശ്രുതി നമ്മുടെ കൂട്ടുകാരിയുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ കൂട്ടുകാരി പറയുന്നുണ്ട്, പൈസയുടെ കാര്യം റെഡിയായി, ഇനി അച്ഛൻ്റെ കാര്യം എന്ത് ചെയ്യുമെന്ന് പറയേ. അന്നേരത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ്, ഇനി അതിനാണ് അടുത്തൊരു വഴി നാം കണ്ടെത്തുക തന്നെ വേണം. അപ്പം അതിനൊരു പ്ലാനുണ്ട്. താലി പിരിക്കൽ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കണം. ആ പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കിന് ആ പ്രശ്നം കണ്ടിട്ട് അച്ഛൻ എയർപോർട്ടിൽ നിന്ന് വന്ന വഴിക്ക് തിരിച്ചു പോയി എന്ന് പറയണം, ആൻറ്റി അത് വിശ്വസിച്ചോളും എന്ന് പറയുവേ. അന്നേരത്തേക്കിനും നമ്മുടെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, അതിനവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അന്നേരത്തേക്കിനും പറയും, എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരുത്തനുണ്ടല്ലോ വീട്ടിൽ, സച്ചി, അവനെ കൊണ്ട് മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കണം. അവൻ വലിയൊരു പ്രശ്നം ഉണ്ടാക്കി അവൻ മുഖാന്തരമാണ് എൻ്റെ അച്ഛൻ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോയത് എന്ന് എല്ലാവരും പറയണം, അതിനുള്ള വഴി ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അമ്മയുടെ പൂക്കടയാണ്. അവിടെ നമ്മുടെ ദൈവമുണ്ട്, അമ്മയുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ മോനുണ്ട്. മോനിങ്ങനെ വന്നിട്ട് ചീട്ടി പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കാൻ നിൽക്കുവാണ്. അന്നത്തേക്കിന് അമ്മ നമ്മുടെ രേവതിയുടെ അനിയനെ വഴക്ക് പറയുകയാണ് കേട്ടോ. നീ എന്തിനാണ് അവൻ്റെ അടുത്ത് പണിക്ക് പോകുന്നത്, ആ പണി ചെയ്യണ്ടെന്ന് പറഞ്ഞതല്ലേ, അവിടെ പോകണ്ടെന്ന് പറഞ്ഞതല്ലേ, ഈ പൈസ ഇവിടെ വേണ്ട, നീ പോകാൻ നോക്ക് എന്നൊക്കെ പറയും കേട്ടോ. അന്നത്തേക്കിനും അമ്മ ഒരു കാര്യം പറയുന്ന കേൾക്ക്, ഞാൻ നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്തിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണിത്, അമ്മ പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴത്തേക്കിനും നമ്മുടെ അനിയനെ കണ്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും, നീ എപ്പോഴാണ് ഇവിടെ വന്നത്, നീ ജോലിക്കൊന്നും പോകുന്നില്ല എന്നൊക്കെ ചോദിക്കും കേട്ടോ. അതെങ്ങനെയാണ്
ആൻ്റണിയുടെ കൂടെയല്ലേ വർക്ക് ചെയ്യുന്നത്, അപ്പം ആൻ്റണിയുടെ കൂടെ വർക്ക് ചെയ്യേണ്ടെന്നൊക്കെ ഇവനോട് എത്ര പ്രാവശ്യം പറഞ്ഞാലും ഇവൻ പറഞ്ഞനുസരിക്കത്തില്ല. അത് തന്നെയല്ല, ഈ കൂട്ടുകെട്ട് ഇവനെ എവിടെ കൊണ്ട് എത്തിക്കുമോ എന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അനിയനെ ഒരുപാട് വഴക്ക് പറയുകയാണ്. അന്നേരത്തേക്കിനും പിന്നെ അമ്മ പറയുന്നുണ്ട്, നീ അവനെ വിട്, നീ വന്ന കാര്യം പറയുവേ, നീ എന്താ ഇവിടെ ഇങ്ങനെ വന്നതെന്ന് ചോദിക്കുന്നു. രാവിലെ കടയൊന്നും തുറന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം പറയും, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതല്ല, ഇവിടെ അടുത്തൊരു പൂക്കട ഉണ്ടായിരുന്നു, അവിടെ വന്നതെന്ന് പറയും കേട്ടോ. എന്നിട്ട് സച്ചി എന്താ പറയാനെന്ന് ചോദിക്കും കേട്ടോ. സച്ചിയേട്ടൻ ഇങ്ങോട്ടല്ലല്ലോ വന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വഴിക്ക് വന്നപ്പോൾ ഒന്ന് കയറിയതേ ഉള്ളൂ എന്നൊക്കെ പറയും കേട്ടോ. അന്നേരത്തേക്കിനും നമ്മുടെ ശരത്ത് സച്ചി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട്. അദ്ദേഹം എവിടെ ചെന്നാലും പ്രശ്നം ഉണ്ടാക്കാനല്ലേ, അന്ന് അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടല്ലേ എൻ്റെ കൈയൊക്കെ ഒടിഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അനിയനിങ്ങനെ കയ്യിൽ പ്ലാസ്റ്റൊക്കെ തൂക്കിയിട്ടിട്ടാണല്ലോ നിൽക്കുന്നത്, ഒരുപാട് സങ്കടപ്പെട്ടിട്ടൊക്കെയാണ് നിൽക്കുന്നത്. എന്നാൽ നല്ല ദേഷ്യമുണ്ട് സച്ചിയോടെ. എന്നിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സച്ചിയെ ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് തന്നെയാണ് നമ്മുടെ അനിയൻ പറയുന്നത് കേട്ടോ. അന്നേരത്തേക്കിനും പറയുന്നുണ്ട്, സച്ചിയേട്ടനെ നീ വെറുതെ കുറ്റപ്പെടുത്തുകയൊന്നും വേണ്ട എന്നിങ്ങനെ രേവതിയും പറയുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ എല്ലാത്തിനും അവരുടെ വീട്ടിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞെങ്കിലും അതിനൊക്കെ നമുക്കൊരു വില കിട്ടാത്തത് പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. അവിടെ ഒരു പ്രോഗ്രാം വെക്കുന്നുണ്ട്, ഫംഗ്ഷൻ വെക്കുന്നുണ്ട്, താലിപിരിക്കൽ ചടങ്ങ്. അതിന് ഞങ്ങളെ വിളിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കും കേട്ടോ. അന്നേരത്തേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, വേണ്ട, ഞാനാ പറഞ്ഞത് നിങ്ങളെ ആരെയും വിളിക്കേണ്ടെന്ന്. കാരണം ആ ഫംഗ്ഷന് വന്നു കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ തലയിൽ എടുത്ത് വെക്കാനായിട്ട് അമ്മ ശ്രമിക്കും, പിന്നെ നിങ്ങളെയൊക്കെ അപമാനിക്കും, അത് കാണാനായിട്ട് എനിക്ക് വയ്യ എന്നിങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ രേവതിയുടെ അനിയൻ പറയുകയാണ്, അതുകൊണ്ടാണ് പണം വേണമെന്ന് പറയുന്നത്, പണമാണ് എല്ലാത്തിനും അടിസ്ഥാനം എന്നൊക്കെ പറയും കേട്ടോ. അന്നത്തേക്കിനും അമ്മയൊക്കെ പറയുന്നുണ്ട്, പണം മാത്രമല്ല സംസ്കാരം കൂടി വേണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും പണത്തിന് പകരം വേറെ ഒന്നും വയ്ക്കാൻ പറ്റത്തില്ല, പണം ഞാൻ സമ്പാദിക്കുക തന്നെ ചെയ്യും, ഞാൻ കോടീശ്വരനാകും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനിയൻ പറയുവാണ്. എന്നിട്ട് പറയും, ഞാനിപ്പോൾ പൈസ തരാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഇനി നിൽക്കാൻ സമയമില്ല, ഞാൻ പോകണു എന്നൊക്കെ പറഞ്ഞിട്ട് അനിയൻ അവിടെ നിന്ന് പോവുകയാണേ. പിന്നീട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ ഒരു വ്യക്തി വന്ന് കാണാനിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പേരെന്താണെന്ന് ചോദിക്കുക. അന്നേരം വിമലെന്ന് പറഞ്ഞെന്ന് പറയേ, അയ്യോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി പെട്ടെന്ന് ഓടി ചെല്ലുക കേട്ടോ. എന്നിട്ട് നീ ഇവിടെ തന്നെ നിൽക്കണം എന്നൊക്കെ പറയുകയാണേ. എന്നിട്ട് റിസപ്ഷനിൽ തന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞെന്നാൽ നീ ഓടി വന്ന് പറയണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രുതിൻ്റെ അമ്മേനെ കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് ഉള്ളിലേക്ക് പോയിട്ട്, അമ്മ എന്ത് പരിപാടിയാണ് കാണിച്ചത്, വിളിക്കണ്ടായിരുന്നോ, വിളിക്കുന്നതിന് മുന്നേ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഒന്ന് വിളിച്ചിട്ട് വേണ്ടേ വരാൻ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ടായിരുന്നല്ലോ, മീരയുടെ വീട്ടിൽ പോയിരുന്നാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. അന്നേരത്തേക്കിനും അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇത്രയും പേടിക്കുന്നത്, ഇത്ര പേടിക്കേണ്ടതൊന്നും ഒരാവശ്യവും ഇല്ലല്ലോ എന്നൊക്കെ പറയും കേട്ടോ. എന്നാൽ നീ പറഞ്ഞ പൈസ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുവേ. അന്നേരം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അമ്മയുടെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടാക്കാനുള്ള സ്വർണ്ണമൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ എവിടെ നിന്നാന്ന് ചോദിക്കുവേ. അന്നേരം പറയും, ആദ്യ വിവാഹത്തിലുണ്ടായിരുന്ന താലിമല വീട്ടിലുണ്ടായിരുന്നല്ലോ, പണയം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് ഞാനിന്നങ്ങ് വിറ്റു എന്ന് പറയും കേട്ടോ. അന്നേരത്തേക്ക് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ഈ പൈസ ഒന്നും വേണ്ടായിരുന്നു, അത് അന്നേ തന്നെ ഞാൻ ആ ഒരു കണക്ഷൻ വേണ്ടെന്ന് വെച്ചതാണ്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഓർമ്മിക്കുന്ന ഒരു സാധനവും എനിക്ക് വേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മോളെ ഞാൻ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്, എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് ശ്രുതി ഇങ്ങനെ പൈസയും പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനാണ് നമ്മുടെ ചന്ദ്രമതിയമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴത്തേക്കും റിസപ്ഷനിൽ ചോദിക്കുവേ, ശ്രുതി എവിടെ ഉണ്ടോ എന്ന് ചോദിക്കുക. ഉള്ളിലുണ്ടെന്ന് പറയും കേട്ടോ. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി ഉള്ളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിന് റിസപ്ഷനിലെ ലേഡി വന്നിട്ട് പറയും, അയ്യോ മാഡം അവിടെ നിൽക്കണേ, ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞ് തടഞ്ഞു നിർത്തുവാണേ. എന്നിട്ട് നമ്മുടെ കൂട്ടുകാരി വിളിച്ചെന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അന്നേരത്തേക്കിനും പറയണം, ഒരു 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് നിൽക്കാൻ പറയുമെന്ന് കേട്ടോ. എന്നിട്ട് നമ്മുടെ അമ്മയോട് ശ്രുതി ഇങ്ങനെ പറയുകയാണ്, ഇപ്പം ഞാൻ അമ്മയോട് എന്താ ചെയ്യേണ്ടത്, 2 മിനിറ്റ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ആൻറ്റി ഇങ്ങോട്ടേക്ക് കയറി വന്നു കഴിഞ്ഞാൽ എല്ലാം പൊളിയും, അന്ന് അമ്മ ആ വീട്ടിൽ വന്ന് നിന്നല്ലേ, അപ്പോൾ ഞാനൊരു അപരിചിതയെപ്പോലെയല്ലേ പെരുമാറിയത്, ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ എന്താ ഇപ്പോൾ പറയാനൊക്കെ ആലോചിച്ചിട്ട് ശ്രുതി ഇങ്ങനെ ആകെപ്പാടെ വീർപ്പ് മുട്ടുകയാണേ. അന്നേരത്തേക്കിനും 2 മിനിറ്റ് സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, ഞാൻ ഇരുന്നിരുന്ന് ബോറടിച്ചു, ഇനി എന്താണെങ്കിലും ഞാൻ ഉള്ളിലോട്ട് കയറി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ എണീക്കുമ്പോഴത്തേക്കിനും നമ്മുടെ റിസപ്ഷനിലെ ലേഡി പറയുക, അയ്യോ മേഡം ഇപ്പോൾ പോകല്ലേ, ഇപ്പോൾ പോയി കഴിഞ്ഞാൽ മേഡം എന്നെ വഴക്ക് പറയും, അതുകൊണ്ട് ഇപ്പോൾ പോകലെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി വീണ്ടും പോയിട്ട് റെസ്റ്റ് ചെയ്യുകയാണ്.
അതിനുശേഷം നമ്മുടെ ചന്ദ്രമതിയമ്മ നമ്മുടെ റിസപ്ഷനിസ്റ്റ് കാണാതെ ഓടിച്ചെന്ന് വാതിൽ കയറി തുറന്ന് ഉള്ളിലേക്ക് പോവുകയാണ്. അന്നേരത്തേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ അമ്മേനെ ഇരുത്തിയിട്ട് മുഖത്തെല്ലാം ഫേഷ്യൽ ചെയ്ത് കണ്ണിലൊക്കെ നമ്മുടെ തണുത്ത കായൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഫേസൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. നീ ജോലിയിലായിരുന്നോ? വെറുതെ അല്ല എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതല്ല എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതിയമ്മ പറയുക. അന്നേരത്തേനും പുറകെ തന്നെ നമ്മുടെ റിസപ്ഷനിസ്റ്റ് ഓടി വരും കേട്ടോ. അന്നേരത്തേക്കിനും പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതി ആൻറ്റി ആയിരുന്നോ? ആൻറ്റി ആയിരുന്നെങ്കിൽ കയറ്റി വിടണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ റിസപ്ഷനോട് പറഞ്ഞിട്ട് ചൂടാകുന്നൊക്കെ ഉണ്ട്. അവളെ ഒന്നും പറയണ്ടെന്നൊക്കെ അതിന് ശേഷം നമ്മുടെ ചന്ദ്രമതിയമ്മ പറയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പറഞ്ഞു, അച്ഛന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛൻ വരുമോ മോളെ, എപ്പോഴാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചു. നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് തന്നെ കയറും, അപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറയും കേട്ടോ. തന്നെയല്ല അച്ഛൻ പൈസയൊക്കെ അയച്ച് തന്നിട്ടുണ്ട്, അതുകൊണ്ട് അച്ഛൻ ആ പൈസ ഇപ്പോൾ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി പൈസയൊക്കെ എടുത്തുകൊണ്ടായിട്ട് നമ്മുടെ ചന്ദ്രമതി അമ്മയ്ക്ക് എടുത്തു കൊടുക്കും കേട്ടോ. അപ്പം പിന്നെ ചോദിക്കുക, എന്താ ആൻറ്റി ഇവിടെ ചോദിക്കുക, എൻ്റെ കയ്യും തോടയും കാലും ഒക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നു, കഴുത്തുമൊക്കെ, നീ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ കൊണ്ടൊന്ന് മസാജ് ചെയ്യിപ്പിക്കാമല്ലോ എന്ന് കരുതി വന്നതാന്നൊക്കെ പറയും കേട്ടോ. ഇന്നത്തേക്കിനാണ് അവിടെ ഇരിക്കുന്ന ആളിനെ കാണുന്നത്. ഇവിടെ സ്ഥിരം കസ്റ്റമറാണോ എന്നൊക്കെ ചോദിക്കുക. അതെന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് അവരോട് വർത്തമാനം പറയുകയാണ്. ഇവൾ നല്ല കുട്ടിയാണ്, ഇവിടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് നാളെ ഫ്ലൈറ്റിന് വരും, അമ്മ പാവം മരിച്ചുപോയി, നേരത്തെ തന്നെ മരിച്ചുപോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നമ്മുടെ അമ്മ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന് ആകെപ്പാടെ സങ്കടപ്പെടുവാണ്. ശ്രുതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഏറുകണ്ണിട്ട് സ്വന്തം അമ്മേനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അവരുടെ ഒരു ഭാഗ്യക്കേട്, നല്ല മോളാണ് ശ്രുതി എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് പിന്നെ ശ്രുതിയുടെ അമ്മ പറയും, ചന്ദ്രമതി അമ്മ പറയുകയാണ്, ഞാനിവളെ മോളെ പോലെയാണ് കണക്കാക്കുന്നത്, എൻ്റെ മരുമോളൊന്നും അല്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും അമ്മയ്ക്ക് ഇങ്ങനെ സന്തോഷമായിട്ട് പറയുകയാണ്, എനിക്ക് സന്തോഷമുണ്ട്, എന്താണെങ്കിലും നിങ്ങൾ ഭാഗ്യവതിയാണ്, ഇങ്ങനൊരു മോളെ കിട്ടിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്നാലും ശ്രുതിയുടെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാകുക കേട്ടോ. താലിപിരിക്ക ചടങ്ങ് നടക്കുന്നു, അതിനിടയ്ക്ക് ഒന്ന് കാണാനും കൂടെ ആ ഫംഗ്ഷൻ ഒന്ന് പോകാനും കൂടെ പറ്റാത്തൊരു സങ്കടമൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ട് താനുമേ. ദേ ശ്രുതി നോക്കുക, ആ ചേച്ചിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരത്തേക്കിനും നോക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവേ. ആൻറ്റി ഇവിടെ നിൽക്കുക, ആൻറ്റി ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ചന്ദ്രമതിനെ അവിടെ തന്നെ നിർത്തും കൊട്ടു. എന്നിട്ട് പറയും, എനിക്കിപ്പോൾ ഫേഷ്യൽ ചെയ്യണമെന്ന് പറഞ്ഞ് കസര പോയി ഇരിക്കാനായിട്ട് ചന്ദ്രമതിമ പോകുമ്പോഴത്തേക്കിനും ശ്രുതി പറയും, ഇപ്പോൾ വേണ്ട, ഞാൻ വീട്ടിൽ വന്നിട്ട് എല്ലാം ചെയ്ത് തരാമെന്നൊക്കെ പറയും കേട്ടോ. എന്നാൽ ശരി, എന്നാൽ എല്ലാം വീട്ടിൽ വന്നിട്ട് ചെയ്ത് തന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി അമ്മേനെ പറഞ്ഞയക്കുവേ. പിന്നീട് നമ്മുടെ താലിപിരിക്കൽ ചടങ്ങിൻ്റെ പ്രോഗ്രാമിൻ്റെ ഫംഗ്ഷൻ ഹാളാണ് നടത്തുന്നത്. വലിയൊരു മണ്ഡപമാണ് എടുത്തിരിക്കുന്നത്. മനോഹരമായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വർഷയുടെ അമ്മയാണ് ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് ഏട്ടാവാ, നമുക്കെല്ലാവരെയും വെൽക്കം ചെയ്യാമെന്നൊക്കെ പറയുന്ന ഓരോരുത്തരായിട്ട് അതിഥികളൊക്കെ വെൽക്കം ചെയ്യുകയാണ്. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ തന്നെ അച്ഛനും അതുപോലെ തന്നെ ശ്രുതിയും എല്ലാവരും വന്ന് ഒരു കാറിൽ ഓരോരോ കാറിലായിട്ട് വന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അന്നേരത്തേക്കിനും നമ്മുടെ സച്ചിയും രേവതിയും വന്നിറങ്ങി കഴിയുമ്പോഴത്തേക്കിനും കാറൊന്ന് പാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഉദ്യോഗസ്ഥർ വന്ന് പറയുന്നുണ്ട്, സെക്യൂരിറ്റി വന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും കാർ പാർക്ക് ചെയ്യാനൊക്കെ കൊണ്ടുപോയൊക്കെ വെക്കുന്നുണ്ട്. അതിന് മുന്നേ നമ്മുടെ രേവതി പറയുകയാണ്, സച്ചിയേട്ടാ ഈ കാറ് ഇപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണല്ലോ, ഇനി വീട്ടിൽ ചെന്നിട്ടല്ലേ ഓണാക്കുള്ളൂ, അതുപോലെ സച്ചിയേട്ടൻ്റെ വായും ഇത് ഇനിയിപ്പോൾ ഓഫ് ചെയ്യണം, ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് തുറക്കാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, രേവതി നീ പൊക്കോ, ഞാൻ പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറയുമ്പം, ഇല്ല, ഞാൻ സച്ചിയേട്ടൻ്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാവും, നമ്മളൊന്നിച്ച് ഉള്ളിൽ പോകുന്നതും വീട്ടിൽ പോകുന്നതും ഒക്കെ ഒന്നിച്ചായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഇങ്ങനെ ശ്രുതിയുടെ അമ്മ പറയാണ്, എന്താ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ, ഇനി ഇവരാരും വരത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ എല്ലാവരും കൂടെ ശ്രുതിയും അതുപോലെ വർഷയും ശ്രീകാന്തും എല്ലാവരും കൂടെ ഇങ്ങനെ കയറി വരികയാണ് കേട്ടോ. അച്ഛനും അമ്മ എല്ലാവരും ഉണ്ട്. രവീന്ദ്രനെ കാണുമ്പോൾ തന്നെ വർഷയുടെ അച്ഛന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മുഖഭാവമൊക്കെ മാറുന്നുണ്ട്. ഉള്ളിലേക്ക് വാന്ന് പറഞ്ഞ് വെൽക്കം ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. അന്നേരത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ വെൽക്കം ചെയ്യുക. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ വാന്ന് പറഞ്ഞിട്ട് വെൽക്കം ചെയ്യുന്നത് കേട്ടോ. അപ്പം തന്നെ ചിരിച്ചുകൊണ്ട് എല്ലാവരും കൂടെ വന്നിട്ട് സുഖം തന്നെ ഇല്ലെന്നൊക്കെ ചോദിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. സുഖമാണ് രവീന്ദ്ര എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. വർഷയുടെ അച്ഛൻ അപ്പോഴും പറയുന്നുണ്ട്, അല്ലെങ്കിലും എനിക്ക് സുഖത്തിനൊരു കുറവും ഉണ്ടായിട്ടില്ലെന്നൊക്കെ കൊള്ളിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ അമ്മ പറയുന്നുണ്ട്, ചന്ദ്രമതി അമ്മ പറയുന്നുണ്ട്, അച്ഛന് ശ്രുതിയുടെ അമ്മ വർഷയുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ട് വരാറുണ്ട്, പക്ഷേ സാറ് വരാറില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ തിരക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ വർഷയുടെ അമ്മ പറയുകയാണ്, ഇനിയിപ്പോൾ ഞാൻ വന്നല്ലോ,
അതുതന്നെയല്ല നിങ്ങളെല്ലാവരും ഈ ഫംഗ്ഷന് വന്ന് കാണാനും പറ്റുമല്ലോ. ഇനിയിപ്പോൾ വീട്ടിലോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി അങ്ങോട്ടേക്ക് പോവുകയാണേ. അപ്പോഴത്തേക്കിനാണ് പിന്നെ നമ്മുടെ വർഷയും ശ്രീകാന്തും ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും അച്ഛനെ ഓടി ചെന്നിട്ട് വർഷ കെട്ടിപ്പിടിക്കുകയാണ് അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുമുണ്ട്. അതിനുശേഷം നമ്മുടെ ശ്രീകാന്തിനെ ഇങ്ങനെ ചേർത്ത് നിർത്തി മോനെ വാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രീകാന്തിന് സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വർഷയുടെ അമ്മ പറയുകയാണ് ഇനി സച്ചി വരത്തില്ല, സച്ചി വരാതിരുന്നാൽ നമ്മുടെ പ്ലാനുകളൊന്നും നടക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും സച്ചിൻ കയറി വരുന്നുണ്ട് കേട്ടോ. അന്നേരത്തേക്കിനും സച്ചിയെ കാണുമ്പോൾ തന്നെ നമ്മുടെ ശ്രീകാന്തിൻ്റെ വർഷയുടെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് സച്ചി നേരത്തെ ലെഫ്റ്റും റൈറ്റും കവിളത്തിന് അടിക്കുന്ന രംഗമൊക്കെ ഒന്നുകൂടെ വർഷയുടെ അച്ഛൻ്റെ മനസ്സിലിങ്ങനെ വരും കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെ അടുത്തടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ സച്ചിയല്ലേ സാധനം ഇങ്ങനെ കൈ നിവർത്തിയിട്ട് ഇങ്ങനെ അടിക്കാൻ പോകുന്ന പോലെ ഇങ്ങനെ പെട്ടെന്ന് എന്നിട്ട് കൈ കൂപ്പുക, രണ്ട് കൈയും ചേർത്തിട്ട്. അന്നത്തേക്കിനൊന്നും പേടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ വർഷയുടെ അച്ഛൻ. എന്നിട്ട് പിന്നെ രേവതി പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്നും സംസാരിക്കാൻ പാടില്ലെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ തച്ചിയാണെങ്കിൽ പിന്നെ ഒന്നും സംസാരിക്കാതെ തലയൊക്കെ ആട്ടിയിട്ട് അങ്ങനെ അങ്ങ് പോവുകയാണ്. പുറകെ നമ്മുടെ രേവതിയും പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ എല്ലാവരും ഇങ്ങനെ വന്നതിൻ്റെ സന്തോഷത്തിലേക്ക് സെൽഫിയൊക്കെ എടുക്കുവാണ് കുടുംബങ്ങളെല്ലാം ചേർന്നിട്ട്. നന്നായിട്ടുണ്ടല്ലേ ഫോട്ടോ എന്നൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ സ്തുതിയാണ് ഫോട്ടോയൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും രേവതിയൊന്നും വന്നിട്ടില്ല കേട്ടോ. അവരുടെ ഫോട്ടോ ഒന്നും നമ്മുടെ ഫോട്ടോയ്ക്കകത്ത് ക്യാമറയ്ക്കായിട്ട് പതിഞ്ഞിട്ടും ഇല്ലേ. അന്നത്തേക്കിന് അച്ഛൻ ചോദിക്കും നിങ്ങളിത് എവിടെയായിരുന്നു, ഞങ്ങൾ വന്നോടെ നിങ്ങൾ പുറകെ വന്നെന്ന് ഞങ്ങൾ വിചാരിച്ചെന്നൊക്കെ ചോദിക്കുവേ. നിങ്ങളിവിടെ പോയെന്നൊക്കെ ചോദിക്കും കേട്ടോ. അന്നത്തേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങളുടെ പുറകെ തന്നെ എത്തിയച്ചാ എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. അതിനുശേഷം എല്ലാവരും കൂടെ ഇങ്ങനെ സന്തോഷത്തിലൊക്കെ ഇരുന്നിട്ട് എല്ലാവരും ഡ്രസ്സ് മാറ്റണമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ കൂട്ടി വിളിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഡ്രസ്സ് മാറണമായിരുന്നല്ലോ. അപ്പോൾ ശ്രുതിയും ഡ്രസ്സ് മാറുന്നതിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വർഷയും ശ്രീകാന്തും ഒക്കെ ഡ്രസ്സ് മാറുന്നതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കിനും പെണ്ണുങ്ങൾ കൂടെ പോകുമ്പോഴത്തേക്കിനും നമ്മുടെ രേവതിയെ ഇങ്ങനെ വർഷം എന്നിട്ട് വിളിക്കുക, രേവതി ചേച്ചി എന്നാൽ വാ എൻ്റെ കൂടെ വാ എന്ന് പറയും കേട്ടോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോൾ വിളിക്കുവേ. അന്നേരത്തേക്ക് നമ്മുടെ വർഷയുടെ അമ്മ പറയുന്നുണ്ട് വർഷേ നീ ഇവിടെ വാ, നിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിരിപ്പുണ്ട്, അപ്പോൾ നീ അങ്ങോട്ടേക്ക് ചെല്ലുക എന്ന് പറയും കേട്ടോ. രേവതിനെ പോകാനായിട്ട് അയക്കുന്നില്ലേ. എന്നിട്ട് പറയുന്നുണ്ട് സച്ചിയുടെ കൂടെ രേവതി നിങ്ങൾ പോയി അവിടെ ഇരിക്കാൻ പറയും കേട്ടോ. അന്നേരത്തേക്കിനും അച്ഛനും ഇങ്ങനെ ആകെപ്പാടെ സങ്കടമൊക്കെ വരുന്നുണ്ടേ. ഇങ്ങനെ രേവതി അപ്പോൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും സച്ചി ഇങ്ങനെ രേവതിനെ നോക്കും കേട്ടോ. അച്ഛനെ നോക്കും. പെട്ടെന്ന് നമ്മുടെ രേവതി ഭാവമൊക്കെ മാറ്റിയിട്ട് ചിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹാളിൻ്റെ അകത്ത് ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി പറയും നമുക്ക് ഇവിടെ ഇരിക്കാമെന്ന് പറയും. അത് ഏറ്റവും ഫ്രണ്ടായിരുന്നേ. അന്നേരത്തേക്കിനും സച്ചി ഇങ്ങനെ വാ തുറക്കാതെ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കും. ഞാൻ ഇവിടെ ഇരിക്കൂല, ഞാൻ പുറകിലായിരിക്കുന്നത് ഇങ്ങനെ കൈ കൊണ്ട് ആക്ഷൻ കാണിച്ചിട്ട് പുറകെ പോയിരിക്കുക. അപ്പോൾ രേവതിക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല പുറകെ പോയിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുകയാണ്. എന്നിട്ടിങ്ങനെ നേരെ നോക്കിയിരിക്കും കേട്ടോ നമ്മുടെ സച്ചി. അന്നേരത്തേക്കിനും എന്ത് നോക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കിനും ഒന്നും നോക്കുന്നില്ല എന്നൊക്കെ പറയും കേട്ടോ. അന്നേരത്തേക്കിനും നമ്മുടെ അച്ഛനാണെങ്കിൽ അശോകൻ വന്നു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെളിയിലോട്ടൊക്കെ പോകുന്നുണ്ടേ. എന്നിട്ട് രവീന്ദ്രൻ്റെ അടുത്ത് സച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ അശോകൻ വന്നിട്ട് ചോദിക്കുക മധുസൂദനൻ എങ്ങനെയാണ് പഴയതുപോലെയൊക്കെ ആണെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും പറയും മസ്തിഷ്കത്തിലെ ആ ഒരു അഹങ്കാരം ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല, ആർക്കൊന്നും വേണ്ടിയിട്ട് എന്നെ ഒന്ന് ചിരിച്ച് കാണിച്ചെന്നൊക്കെ പറയുവേ. നീ വാദം പറഞ്ഞുകൊണ്ട് അച്ഛൻ അശോകനെ വിളിച്ചുകൊണ്ടൊക്കെ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയും അതുപോലെ സച്ചി ഇങ്ങനെ പുറകിലിരിക്കുന്ന ശ്രീകാന്ത് വന്ന് കണ്ടിട്ട് സങ്കടപ്പെട്ടിട്ട് ഇവിടെ എന്താ വന്നിരിക്കുന്നത് ഫ്രണ്ടിലോട്ട് കയറിയിരിക്കാനൊക്കെ പറയുമ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ടില്ല ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം അതാണ് നല്ലതെന്നൊക്കെ പറയുവാണേ. എന്നിട്ട് ശ്രീകാന്ത് പറഞ്ഞു വിടും കേട്ടോ രേവതി പെട്ടെന്ന് പോയി ഒരുങ്ങി ചടങ്ങ് നടക്കാൻ സമയമായില്ല എന്നൊക്കെ പറയുവാണേ. അതിനുശേഷം നമ്മുടെ വർഷയുടെ അച്ഛനാണെങ്കിൽ മധുസൂദനൻ ഒരാളെ വിളിച്ചിട്ട് നമ്മുടെ രവിയും അതുപോലെ തന്നെ അശോകനും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാണിക്കുകയാണ് ഞാൻ പറഞ്ഞ കക്ഷി അതാണ് എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് ആ ആളിൻ്റെ അടുത്ത് പറഞ്ഞു വിടുവേ. അന്നേരത്തേക്കിനും പറയുന്നുണ്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്കിനും മധുസൂദനൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ കഥ ഇതുവരെ എന്ന് പറയുന്ന 3-4 എപ്പിസോഡ് ചേർന്നാണ്. എല്ലാവർക്കും ചാനൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. ഓക്കെ, താങ്ക്